മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അടുത്ത അസോസിയേഷൻ വരാൻ പോകുന്നു. അപ്പോഴെങ്കിലും വിശ്വാസികൾ വിവേകത്തോടെ വോട്ട് ചെയ്യണം. സാധാരണ കൂടുതലും മെത്രാൻ തെരഞ്ഞെടുപ്പിന്, സ്ഥാനികളുടെ തെരഞ്ഞെടുപ്പിനുമൊക്കെയാണ് ഇപ്പോൾ അസോസിയേഷൻ കൂടുന്നത്. ഇപ്പോൾ 4 മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നതിനാണ് അസോസിയേഷൻ വിളിച്ചു ചേർത്തിരിക്കുന്നത്. 4 മെത്രാന്മാരെ സഭയ്ക്കല്ല, നേതൃത്വത്തിനാണ് വേണ്ടത്. കാരണം സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ അറിയാം, സ്ഥാനാർത്ഥികൾ ഓരോരോ മെത്രാന്റെയും സ്ഥാനികളുടെയും ആളുകളാണ്. ലിസ്റ്റ് എത്ര വലുതായാലും സഭയ്ക്ക് ഇപ്പോൾ 2 പേർ മതിയെന്ന് വിശ്വാസികൾ തീരുമാനിച്ചാൽ അതേ നടക്കൂ. അങ്ങനെയാണ് 934 നിയമം. അസോസിയേഷനിൽ പങ്കെടുക്കുന്ന അൽമായരുടെ 50% പ്ലസ് 1 വൈദികരുടെ 50% പ്ലസ് 1 വോട്ടെങ്കിലും വേണം സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കാൻ. അതിനാൽ കൊള്ളാവുന്ന ഒരാൾക്കോ 2 പേർക്കോ വോട്ട് കൊടുക്കുക. ബാലറ്റ് വോട്ട് ആയതുകൊണ്ട് തിരിമറി നടക്കില്ല. കൈക്കൂലി കൊടുത്തും വാങ്ങിയും സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരാരും കയറി വരാനും പാടില്ല. സഭയ്ക്കൊരു ദോഷവും വരില്ല. വാത്സല്യ മക്കളെ, അൻപുള്ള വിശ്വാസികളെ, കർത്താവിൻ്റെ ജനമേ തുടങ്ങിയ സംബോധനകളിൽ തുടങ്ങുന്ന പ്രസംഗം വിശ്വാസികളെ പ്രീതിപ്പെടുത്താനല്ലെന്ന് തിരിച്ചറിയുക. അബദ്ധം പറ്റാതിരിക്കാൻ ഒരു മുന്നറിയിപ്പ് കൂടി പറഞ്ഞുവെന്ന് മാത്രം. ഗ്രഹിപ്പാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ, കേൾപ്പാൻ കഴിയുന്നവർ കേൾക്കട്ടെ. ഇനി ഒരു അബദ്ധത്തിൽ പെടാതിരിക്കട്ടെ. ഇപ്പോഴത്തെ സഭാസ്ഥാനികളുടെ ഇലക്ഷൻ നടന്നപ്പോഴും വിവരവും വിദ്യാഭ്യാസവും വിവേകവുമുള്ള നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടും അവരെ തോൽപ്പിച്ചവരാണ് വിശ്വാസികൾ. അതുകൊണ്ടാണ് ആമയും കരടിയും ഒക്കെ സ്ഥാനങ്ങളിൽ വന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി ലിസ്റ്റ് കണ്ടിട്ട് നെടുവീർപ്പെട്ടിട്ട് കാര്യം വല്ലതുമുണ്ടോ? ഇതെല്ലാം ഞങ്ങൾ കൂടി ചേർന്ന് വരുത്തി വെച്ചതല്ലേ എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? തോന്നിയിട്ട് കാര്യമില്ല. പക്ഷേ അന്നൊന്നും അങ്ങനെ തോന്നാൻ കഴിഞ്ഞതുമില്ല. കാരണം അവരുടെ കാലുപിടുത്തവും മേനിപിടുത്തവും സഭാ കേസുകളുടെ ശുഷ്കാന്തിയും കമന്ററിയും പ്രതിഷേധങ്ങളും ഒക്കെ കണ്ടപ്പോൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു പോയി. പക്ഷെ അതെല്ലാം സ്വന്തം കാര്യത്തിനായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ വൈകി. സഭാ കേസുകളുടെ മലക്കം മറച്ചിലിൽ കോടികൾ മറഞ്ഞുവെന്ന് ആരോപണം നിൽക്കുമ്പോഴും സഭാവിശ്വാസികൾ ആരെയും സംശയിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയൊന്നും ആകരുതേ എന്നാണ് വിശ്വാസികളുടെ പ്രാർത്ഥന. ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ച് നടപ്പുണ്ട്. ദയവ് ചെയ്ത് വിശ്വാസികൾ ഒരു കാര്യം ഓർക്കണം. ആർക്കും ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ കൊടുക്കരുത്. അവർ ചീത്തയാകും, കൈയിട്ട് വാരും, അവർ വഷളാകും, അഹങ്കാരികളാകും. ഇപ്പോൾ തന്നെ ഇതെല്ലാം ഉണ്ട്. ഇനി ഒരു അവസരം കൂടി കൊടുത്ത് അവരെ നശിപ്പിക്കരുത്.